എന്താണോ നമ്മൾ എഴുതിയത് ആ എഴുതിയതിനനുസരിച്ച് എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുകയോ എക്സീഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇദ്ദേഹം അവാർഡ് പുഷ്പം നൽകി സ്വീകരിക്കും. പഴയ എപ്പിക്സിൽ ഒരു വീഡിയോയിൽ കണ്ടതാണ്. ഹിന്ദു മതത്തിൽ ദൈവങ്ങൾ ഒരുപാട് ആളുകളുണ്ടല്ലോ, ഒരുപാട് എണ്ണുണ്ട്. അതിൽ കയ്യിൽ താമര, ഗദ, പിന്നെ അതുപോലെ ചക്ര, സുദർശന ചക്ര, ശംഖ്, ഇത് നാലും പിടിച്ചിരിക്കുന്ന അവതാരമുണ്ട്. ശംഖ് എന്ന് പറയുന്നത് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധം തുടങ്ങുകയാണ് എന്നുള്ള കാഹളം മുടക്കുന്നതിനാണ് ശംഖ് ഉപയോഗിക്കുന്നത്. ഒരു ശംഖ് അങ്ങനെ ഉച്ചത്തിൽ ശംഖ് വായിച്ചുകൊണ്ടാണ് യുദ്ധം തുടങ്ങുന്നത്. യുദ്ധം തുടങ്ങിയെന്നുള്ളത് കമ്മ്യൂണിക്കേഷനാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആസ് എ ബിസിനസ് ഓണർ ചിന്തിക്കുമ്പോൾ ഈ അവതാരം പോലെ ആയിരിക്കണം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എപ്പോഴാണ് യുദ്ധം തുടങ്ങുക? യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫ്, ഡെയിലി ആക്ടിവിറ്റീസ്, ഇതെല്ലാം യുദ്ധം തന്നെയാണ്. നമ്മൾ അവരോട് പ്രോപ്പറായിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സമയാസമയങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അടുത്തത് ശംഖ് ഊതിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഇതിൽ വരുന്നത് ചക്രയാണ്. ചക്ര തിരിഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സിലായില്ലേ? ഈ ചക്രത്തിനെ നമ്മൾ റിവ്യൂ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ബിസിനസ്സിൽ പെർസീവ് ചെയ്യുന്നത്. 360 ഡിഗ്രിയിൽ നമ്മൾ ഇതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ യുദ്ധത്തിന് പോവല്ല ചെയ്യുന്നത്, നമ്മളൊരു പടയാളിയെ പോലെ അവരുടെ ഇടയിൽ ഇറങ്ങി ചെല്ലുന്ന സ്ഥിതിയിലാണ് നമ്മൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നത്. അവൻ ചെയ്യുന്നത് ശരിയല്ല, അവൻ പടം വെട്ടുന്നത് ശരിയല്ല, ആ കസ്റ്റമറെ ഞാൻ വെട്ടിക്കോളാം, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അവൻ അക്കൗണ്ട്സ് ശരി, ഇത് ഇങ്ങനെയൊന്നല്ല ചെയ്യുന്നത്, അത് ഞാൻ എടുത്ത് ചെയ്യോളാം. ഇത് സ്ഥിരം നമ്മൾ കേൾക്കുന്നതാണ്, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ആരെയും നമുക്ക് പഴിചാരാൻ പറ്റില്ല. പക്ഷെ ഇത് അറിയുന്നിടത്താണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പം റിവ്യൂ ചെയ്യാനുള്ള നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം 360 ഡിഗ്രിയിൽ. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നമ്മൾ റിവ്യൂ ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 സാധനങ്ങളുണ്ട്. ഒന്ന് താമര, അടുത്തത് ഗദ. താമര എന്ന് പറയുന്നത് ഈ റിവ്യൂ ചെയ്തിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരെ, അതായത് നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ രീതിയിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുന്നവരെ. എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നതല്ല. എന്താണോ നമ്മൾ എഴുതിയത് ആ എഴുതിയതിനനുസരിച്ച് എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുകയോ എക്സീഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇദ്ദേഹം അവാർഡ് പുഷ്പം നൽകി സ്വീകരിക്കും, അവാർഡ് കൊടുക്കുന്നു. അവരെ നമ്മൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്രീസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആളുകളും പല സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത് ഈ അപ്രീസിയേഷൻ, അവർ കൊടുക്കുന്ന അവാർഡ്സ്. ഫണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പണം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്രൈറ്റീരിയ മാത്രമാണ്. നമ്മൾ വിചാരിക്കും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെ വേണമെങ്കിലും പണിയെടുപ്പിക്കുന്ന, അല്ല, അത് ഒരു ക്രൈറ്റീരിയ മാത്രമാണ്. അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. അതിലൊന്നാണ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ടുള്ള ഗ്രോത്ത് ലെവലായിരിക്കും, ചില ആളുകൾക്ക് ലൊക്കേഷൻ വൈസ് ജെന്യുവിൻ അപ്രീസിയേഷൻ ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ പഴയ കാലമല്ല. അതെ, ഇത് അപ്രീസിയേഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എന്തിനാണ്. കൃത്യമായി ജെന്യൂനായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങണം. അതെ, നമ്മളെ കൂടെ നിൽക്കുന്ന ടീമിനെ കൃത്യമായിട്ട് അപ്രീഷിയേഷൻ ചെയ്താൽ മാത്രം മതി അവരെ നമുക്ക് പൊക്കിക്കൊണ്ടുവരാം. അതെ, അത് ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളൊക്കെ കൂട്ടത്തിലുണ്ട്. ഏതായാലും ആ കഥയിലേക്ക് തന്നെ വരാം. നല്ലൊരു ഇൻസ്പയർഡ് ആയി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കുന്നു. ഇനി നല്ല രീതിയിൽ പണിയെടുക്കാത്തവരെ നമ്മൾ എന്ത് ചെയ്യണം? പണിഷ് ചെയ്യണം. അതിനാണ് ഗദ. നമുക്ക് ഇത് നല്ലൊരു ഉദാഹരണമാണ് എങ്ങനെ ഒരു ബിസിനസ് ഒരു 360 വ്യൂവിൽ നമ്മളത് റൺ ചെയ്യണം എന്നുള്ളത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു, നല്ലത് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്നവർക്ക് റെക്കഗ്നേഷൻ അവാർഡ്സ് കൊടുക്കുന്നു. അല്ലാത്തവർ വെറുതെ വിടരുത്, അവർ ശരിയായിക്കോളും, നമ്മുടെ മാത്രം എക്സ്പെക്ടേഷനാണ്. അവിടെ നമ്മൾ അടിക്കേണ്ടടുത്ത് അടി കൊടുക്കുക. അടി എന്ന് പറയുന്നത് അടിക്കുക എന്നുള്ളതല്ല, പനിഷ് ചെയ്യുക എന്നുള്ളതുമല്ല. അവിടെ അവരെ കറക്റ്റ് രീതിയിൽ കൊണ്ടുവരാൻ വേണ്ട ശ്രമങ്ങൾ എന്തൊക്കെയാണോ, നടപടികൾ എന്തൊക്കെയാണോ, അത് കറക്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് റൈറ്റ് പേഴ്സണെ തന്നെ തിരഞ്ഞെടുക്കും. ചിലപ്പോൾ താഴേക്കിടയിലെ ഏറ്റവും എൻട്രി ലെവലിലുള്ള എംപ്ലോയി ആയിരിക്കും, ടീം മെമ്പർ ആയിരിക്കും ഒരു പക്ഷേ ഈ തെറ്റ് വരുന്നത്. പക്ഷെ അതിൻ്റെ റൂട്ട് കോസ്റ്റ് ചിലപ്പോൾ മുകളിലായിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ പറഞ്ഞ 4 ഇത് ശരിക്കും ഒരുപാട് പറയാനുണ്ട്. ഇങ്ങനെ ഒരു ഇത് ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത്, ഒരു വലിയൊരു തോട്ട് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത്
ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നല്ലൊരു പക്ഷേ തുടങ്ങാം ഫസ്റ്റ് തന്നെ ഞാൻ ആ പോയിന്റിലേക്ക് തന്നെ കുറച്ചും കൂടെ നിൽക്കണം വിചാരിക്കുന്നു. ഒന്ന് കമ്മ്യൂണിക്കേഷൻ, കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനൊന്നും കൂടെ എലാബറേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ് ഓർ ഐഡിയാസ് ത്രൂ എനി മീഡിയ. എങ്ങനെയാവാം, ആംഗ്യഭാഷയായിരിക്കാം, ആംഗ്യഭാഷ, ബോഡി ലാംഗ്വേജ്, പിന്നെ വേർബൽ അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാവാം. ഒരു ഐ കോണ്ടാക്റ്റിൽ പോലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ 100% ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവണമെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഐഡിയാസും തോട്ട്സും അതുപോലെ അവിടെ പെർസീവ് ചെയ്തിട്ടുണ്ടാവും. അതാണ് അവിടുത്തെ പെർസെപ്ഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനേജേഴ്സ് ചോദിക്കും, നമ്മളിത് പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ പറഞ്ഞു, അയാളെ എങ്ങനെ എടുത്തു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലാതെ മാറാറുണ്ട്. ഇത് ടാപ്പേഴ്സ് ലിസണേഴ്സ് പ്രോബ്ലം ഉണ്ട്. അതായത് പറയുന്ന ആൾക്കാരുടെ ഇതും കേൾക്കുന്ന ആൾക്കാരുടെയും ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. അതെ, ഈ ഗ്യാപ്പ് എലിമിനേറ്റ് ചെയ്യാത്തിടത്തോളം, അത് എലിമിനേറ്റ് ആയി എന്നുള്ളത് ഉറപ്പ് വരാത്തിടത്തോളം നമുക്കത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ളത് പറയാൻ കഴിയില്ല. അൺലെസ് ആൻഡ് അൺടിൽ നമ്മൾ ആ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള റിസൾട്ട്സ് അതുപോലെ വരുന്നുണ്ട്. ഓക്കെ, വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വന്നിട്ടില്ലെങ്കിൽ there is something wrong. അത് മാത്രമല്ല, ഈ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നിങ്ങൾ രണ്ട് തട്ടായിരിക്കും. ഒന്ന് ഇവർ പറയുന്ന ആളുടെ ഒരുപാട് ഐഡിയാസ്, ഇത് ഇത്ര ക്വാളിറ്റി അവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം, വല്ല ടിപ്സും? ഒരുപാട് മെത്തേഡ്സ് എന്ന്, അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെ പറയുന്ന ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ കേൾക്കുന്ന ആൾ പ്രോപ്പർ വേയിൽ എടുക്കുന്നു എന്നറിയാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള, ഒരു റോക്കറ്റ് സയൻസും ഇല്ലാത്തൊരു ടിപ്പുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യം മനസ്സിലായി എന്ന് ചോദിച്ചതിന് ശേഷം മനസ്സിലായി എന്നാണ് പറയുന്നതെങ്കിൽ തിരിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. സിമ്പിൾ, വെരി സിമ്പിൾ. ഏത് ബിസിനസ്സിലും, ഏത് കൊച്ചു ബിസിനസ് ആണെങ്കിലും, ഈവൻ നമ്മളുടെ വീട്ടിലാണെങ്കിൽ പോലും, മക്കൾ പഠിച്ചു, മോളെ പദ്യം ഒന്ന് ചൊല്ലിക്കേ, എന്തിനാ പറയുന്നത്? നമ്മൾ ശീലിക്കുന്നതാണ്. പലപ്പോഴും ഈ തിരിച്ച് പറയാനുള്ള ആ സമയം നമ്മൾ ലാഭിക്കുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് എപ്പോഴും നല്ല കമ്മ്യൂണിക്കേഷൻസ്. ഇപ്പോൾ നമ്മളിങ്ങനെ വരക്കുകയാണ്, നമ്മളവിടെ സംസാരിക്കുന്നു, ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ആരാണ്, അവനല്ല ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന്. കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുകയും കൃത്യമായി അവരൊന്ന് പുറത്തെടുത്ത ആൾ. അപ്പം ശരിക്കും കമ്മ്യൂണിക്കേഷൻ ശരിക്കും നടക്കുന്നത് കൂടുതൽ സംസാരിക്കുന്നിടത്തല്ല, കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ഉള്ളിലേക്ക് ഇത് കയറ്റുന്നിടത്താണ്. കേട്ടിട്ടുണ്ട്. അതെ, അപ്പോഴാണ് അത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെയും ചോദ്യമാണ്, എന്താണ് മനസ്സിലായത്, തിരിച്ചിങ്ങോട്ട് പറയിപ്പിക്കുക. ചോദ്യമാണല്ലോ, ചോദ്യങ്ങൾക്കാണ് ആൻസറിനേക്കാളും പ്രധാനം, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ നമ്മൾ നോക്കുകയാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ പറയാറുണ്ട്, ഒരുപാട് സംസാരിക്കുന്ന ഒരാൾ ഒരു നോർമൽ മാർക്കറ്റർ ആണെങ്കിൽ, നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാൾ പ്രൊഫഷണൽ മാർക്കറ്ററാണെന്ന് പറയും. നല്ല ചോദ്യങ്ങൾ ചോദിക്കും. പല നല്ല ചോദ്യങ്ങളിലും ഉത്തരങ്ങളുണ്ട്, നമ്മളെ ചിന്തിപ്പിക്കും. അപ്പോൾ നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായോ? ആ ചോദ്യം മാത്രമല്ല, തിരിച്ചിങ്ങോട്ട് പറയൂ എന്ന് പറയുന്നതും അതിൻ്റെ കൂടെയാണ്.